ഇപ്പോൾ കേരളം പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്തു. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഇവിടുന്ന് പോവും. എനിക്ക് പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിലാണ് വോട്ട്. ഞാൻ രാവിലെ 7 മണിക്ക് ഒരു 7-7:15 വോട്ട് ചെയ്തു. ആദ്യത്തെ ക്യൂവിൽ 4ാമത്തെ ആളായിട്ട് ഞാൻ വോട്ട് ചെയ്തു. അപ്പം നമുക്കിനി പോളിംഗ് ശതമാനത്തിൻ്റെ അരുവിക്കര മണ്ഡലമാണ്. പോളിംഗ് ശതമാനത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ജനം മത്സരിച്ചുള്ള ഒരു വോട്ടിംഗ് ആണ് കാണുന്നത്. അതിന് 2 കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ജനത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനൊരു വല്ലാത്ത ഒരു ആവേശം ഉള്ളതായിട്ട് തോന്നുന്നു. അതൊരു ഘടകം. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഘടകം കാലാവസ്ഥയാണ്. ഇപ്പം കനത്ത ചൂടാണ്. ഈ ചൂട് ഉണ്ടാകുന്നതിന് മൂത്ത് വരുന്നതിന് മുമ്പ് ഇത്രയും നേരം ക്യൂവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. അപ്പോൾ ഈ നട്ടുച്ച സമയത്ത് ക്യൂ ഒഴിവാക്കുന്നതിന് വേണ്ടി രാവിലെ വന്ന് വോട്ട് ചെയ്തതാവാം ജനം. ഉച്ചയ്ക്ക് ശേഷം വലിയ മഴയായിരിക്കും അങ്ങനെയുണ്ട്. അത് ഇന്നിപ്പം രാവിലെ തിരുവനന്തപുരത്ത് തണ്ടർസ്റ്റോമാണ് കാണിക്കുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ കാലാവസ്ഥ മാപ്പിൽ നമ്മളത് പരിശോധിച്ചപ്പോൾ. അപ്പോൾ എന്താണെങ്കിലും ശരി, അഭൂതപൂർവമായിട്ട്, അതായത് സാധാരണ ഒരു രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഒരു 8%, 9% ഒക്കെ വരുന്നത് ഇപ്പോൾ ഒരു 17-18%. നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് 17% മേളിലേക്ക് ഇത് പോയി. ഞാനും പോയ സ്ഥലത്തും എൻ്റെ അവിടെ ബൂത്തിലും വലിയ തിരക്കുണ്ട്. വടക്കൻ ജില്ലകളിൽ മാരക പോളിംഗാണ്. കാരണം ഇപ്പം എന്താ പറയുന്നത്, ഇത്രയും വീറും വാശിയും മുമ്പ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അന്നത്തെ വിഷയം ശബരിമലയായിരുന്നു. അന്ന് മത്സരിച്ച ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ നേരത്തെ ഞങ്ങളൊക്കെ ബൂത്തിലോട്ട് ചെന്ന് വോട്ട് ചെയ്തിട്ട് പോയത് ഞാനൊക്കെ അന്ന് 3 മണിക്കൂർ ക്യൂ നിന്നാണ് അന്ന് വോട്ട് ചെയ്തത്. ക്യൂവിൽ നിന്ന് നമ്മുടെ ഊപ്പാട് വന്നുപോയി. അതുപോലത്തെ പോളിംഗ് അന്ന് ഉണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലം പത്തനംതിട്ട ആയതുകൊണ്ട് അതിൻ്റെ ഒരു വൈകാരികത, ആ ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച സമരത്തിൻ്റെ ഒരു വൈകാരികത, പിന്നെ കെ സുരേന്ദ്രൻ്റെ എൻട്രി, അങ്ങനെയൊക്കെ ഞങ്ങളുടെയൊക്കെ ബൂത്തി ഭയങ്കര തിരക്കായിരുന്നു. ഇന്നും ഇപ്പോൾ അതേ അവസ്ഥയാണ്. നമ്മളിപ്പോൾ രാവിലെ ഇങ്ങനെ ഓഫീസിലോട്ട് വരുന്ന വഴിക്ക് കണ്ട ബൂത്തുകളിലൊക്കെ നല്ല ക്യൂ ആണ്. അതെ, ഞാനിപ്പോൾ അവിടെ നിന്ന് അരുവിക്കര മണ്ഡലം കഴിഞ്ഞ് നെടുമങ്ങാട് മണ്ഡലം പല മണ്ഡലം കടന്നാണ് രാവിലെ ഓഫീസിലോട്ട് വന്നത്. എല്ലായിടത്തും നല്ല തിരക്കാണ്, നല്ല തിരക്കുണ്ട്. അപ്പോൾ ശരിക്കും ഇത് സത്യത്തിൽ ഒരു വിഷയം ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുമുന്നണി സർക്കാരിൻ്റെ കുഴപ്പങ്ങൾ തന്നെയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ചില വസ്തുതകളുണ്ട്. അതായത് കഴിഞ്ഞ 5 വർഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെ വിജയിപ്പിച്ചതിലൊരു പ്രധാന ഘടകം കോവിഡും ഇവർ കൊടുത്ത കിറ്റുമാണ്. കോവിഡും കിറ്റുമാണ് അവരെ വിജയിപ്പിച്ചത്. വെള്ളപ്പൊക്കവും. അപ്പം ഇവരൊരു വ്യാജ നറേറ്റീവ് ഉണ്ടാക്കി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ രക്ഷകർ, ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ, പിണറായിക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ, വേറെ അദ്ദേഹം ഇല്ലെങ്കിൽ കേരളമേ ഇല്ല, അത് വീണ്ടും പരശുരാമൻ മഴുവെറിഞ്ഞ് പൊക്കിയെടുത്ത കേരളം വീണ്ടും കടലെടുത്തുകൊണ്ട് പോയി എന്ന് പറയത്തക്ക രീതിയിലാണ് ഇവർ നടത്തിയിരുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021 ശേഷം എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു നമുക്കറിയാം. തൃക്കാക്കര പി ടി മരിച്ച നടന്നു. പുതുപ്പള്ളി ഉമ്മൻചാണ്ടി മരിച്ചിട്ട് നടന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒന്ന് എവിടെയായിരുന്നു? നിലമ്പൂര് PV അൻവർ, പാലക്കാട് നടന്നു. അങ്ങനെ ചേലക്കര നടന്നു അല്ലേ? അപ്പോൾ ഈ പിന്നെ ഇത്രയും ഉപതെരഞ്ഞെടുപ്പ് നടന്നതുകളിൽ ചേലക്കര മാത്രമാണ് LDF, അത് അവരുടെ മണ്ഡലമാണ്, അവർ നിലനിർത്തി. പക്ഷേ അതിന് പറയത്തക്ക ഭൂരിപക്ഷം ഒന്നും ഒരുപാട് കുറഞ്ഞു. കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 40,000 വോട്ടിനങ്ങാണ്ട് ജയിച്ചിടത്ത് 8,000 വോട്ടിനോ മറ്റാണ് ഇവിടെ ഇപ്പം ജയിച്ചത്. അതെ. അപ്പോൾ അതിനകത്ത് പിന്നീട് നമ്മൾ പരിശോധിച്ചാൽ അറിയാം, PT 14,000 വോട്ടിനാണ് തൃക്കാക്കര ജയിച്ചത്. 25,000 വോട്ടിന് മുകളിലാണ് ഉമാ തോമസ്. പുതുപ്പള്ളി ഉമ്മൻചാണ്ടി 10,000-ൽ താഴെ വോട്ടിന് ജയിച്ചതാണ്. ആ ജയിച്ച സ്ഥലത്ത് 35,000-ഓളം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. 6,000 വോട്ടിന് ഷാഫി പറമ്പിൽ ജയിച്ച പാലക്കാട് 17,000 വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ PV അൻവറിൻ്റെ മണ്ഡലം, അവിടെയും വൻ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം ജയിച്ചത്, ഹരിയാടൻ്റെ മകൻ ജയിക്കുന്നത്. അതിനുശേഷം വന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തൂത്തുവാരി. കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അയാളുടെ ഒരു വ്യക്തി പ്രഭാവം കൊണ്ട് മാത്രമാണ് ആലത്തൂർ CPM-ന് കിട്ടിയത്. കട്ടായിരിക്കാൻ ഒരു സീറ്റ് കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ബാക്കി ഒരു സീറ്റ് സുരേഷ് ഗോപി കൊണ്ട്, അത് അവരുടെ കഠിന പ്രയത്നം. ബാക്കി 18 സീറ്റിലും വൻ ഭൂരിപക്ഷത്തിലാണ്. അതായത് 2019 UDF തൂത്തുവാരിയെങ്കിൽ പോലും അന്ന് കുറഞ്ഞുപോയ ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടിയുമായിട്ടാണ് ഓരോ ആറ്റിങ്ങൽ മാത്രമാണ് തീരെ കുറവായി. അതിനകത്ത് അടൂർ പ്രകാശ് പാതി മനസ്സോടെയാണ് അവിടെ. പിന്നെ അതിനുശേഷം വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്താണ്, വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. 4 കോർപ്പറേഷനുകളിൽ 5 കോർപ്പറേഷനിൽ 4 LDF-ൻ്റെ കയ്യിൽ പോയി. തിരുവനന്തപുരം ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP ഭരിക്കുന്നു.
അപ്പോൾ ഇതെല്ലാം അതായത് 2021 പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഇന്ന് വരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. ഉണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. കാരണം ഞങ്ങൾ സർവേക്ക് പോയതാണല്ലോ, നമ്മളെല്ലാവരും സർവേക്ക് പോയതാണല്ലോ. നമ്മളെ ഫീൽഡിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ശക്തി അറിയുന്നത്. ഇവർ ഇടത് വിരുദ്ധ വികാരം എന്നുള്ളതിനേക്കാൾ ഉപരി പിണറായി വിരുദ്ധ വികാരം തന്നെയാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി. അതുകൊണ്ട് ആ ഒരു വിരുദ്ധ വികാരത്തിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്ന പോളിംഗ് ബൂത്തിൽ കാണുന്ന ഈ ക്യൂ. ഇത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ഇത് പറഞ്ഞുകൊണ്ട്. കാരണം ഇത്തവണ സ്ത്രീകളും യുവജനങ്ങൾ കൂടുതലായിട്ട് ഒരുപാട് പേർക്ക് കന്നി വോട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കന്നി വോട്ടുണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ 96 നിയമസഭാ തെരഞ്ഞെടുപ്പ് കന്നി വോട്ട് ചെയ്തത്. എൻ്റെ മകൻ ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കന്നി വോട്ട് ചെയ്യുകയാണ്. അപ്പോൾ കന്നി വോട്ടുള്ള ഒരുപാട്. അപ്പോൾ ഈ സമയത്ത് ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈ കേരളം ചർച്ച ചെയ്യുന്നത് ഭരണവിരുദ്ധ വികാരമല്ല, മറ്റൊന്നുമല്ല. ഇതിനിടയ്ക്ക് കോൺഗ്രസ്സുകാർക്ക് ഇന്നലെ ഒരു വലിയ അബദ്ധവും പറ്റി. അവരിന്നലെ ശോഭാ സുരേന്ദ്രൻ്റെ ആ വിഷയം കൊണ്ടുവന്നതോടെ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ ഉയർത്തിക്കൊണ്ടുവന്ന ആ ഡാം തുറന്നുവിട്ട കഥ മുങ്ങിപ്പോയി. അത് മുങ്ങി, ബാക്കി എല്ലാ വിഷയവും മുങ്ങി. CPM അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നൈസായിട്ട് തല ഊരിക്കൊണ്ടുപോയി. അതാണ് സംഭവം. മുഖ്യമന്ത്രി ഡാഷ്മാനെ കൂടെ കൊണ്ടുവന്ന് അതിനകത്തും അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് ഇന്നലെ വീണ്ടും രാവിലെ നികേഷ് കുമാർ അത് പൊക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോഴാണ് ഈ വരുന്ന സംഭവം. ഈ കാര്യത്തിൽ CPM ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ ഡാഷ്മാൻ വിഷയത്തിൽ ഈ നികേഷിന്റെ പിണറായിയോടുള്ള പ്രതികാരം വീട്ടാൻ കൃത്യമായിട്ട് കഴിയുന്നില്ല. അതും മുങ്ങിപ്പോയി. പക്ഷേ കൃത്യമായിട്ട് ജനം വോട്ട് ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ ഒരു ഘടകമാണ്. എങ്കിൽ പോലും ഈ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇനി നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയ ഭരണവിരുദ്ധ വികാരമായിരിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പല മോശം പരാമർശങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളായി മാറിയിട്ടുണ്ടെന്നുള്ള സംശയമാണ് അക്കാര്യത്തിൽ. പിന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പം തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിനം നമ്മൾ ഓർത്തോണം, ഈ പെരുന്നയിലും കണിച്ചുകുളങ്ങരയിലേക്കും പോകുന്ന ആൾക്കാരുടെ എണ്ണം, തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവ്. ആ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ ഒന്നും കാണാൻ ആരും പോയില്ല. വെള്ളാപ്പള്ളി ഇടയ്ക്ക് മുൻ ജനറൽ സെക്രട്ടറി ആണ് ഫലത്തിൽ. ഇപ്പം ഏതാണ് കോടതി. അതെ, അപ്പൊ അദ്ദേഹം ഈ മുൻ ജനറൽ സെക്രട്ടറി സ്ഥാനം കുറച്ച് നാളുകൂടെ സ്റ്റേ വാങ്ങി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതിന് കാരണമുണ്ട്. ഒരു 89 ഒഴിവുകൾ വിവിധ സ്കൂളുകളിലായിട്ടുണ്ട്. SNDP സ്കൂളുകളിൽ ഇതിന് 1 കോടി രൂപ വീതം കോഴ വാങ്ങാം. ആ കോഴ വാങ്ങുമ്പോഴേ 89-90 കോടി രൂപ ഇവരുടെ പോക്കറ്റ് വീഴും. അതിനുശേഷം ഞങ്ങളെ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല എന്നുള്ള ഒരു കണക്കൂട്ടലാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഇത്രയും കൂടെ കോഴ വാങ്ങി ഈ നിയമനം നടത്തണം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ. പിന്നെ ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? സുകുമാരൻ നായർ വെറുതെ ഒരു കാര്യമില്ലാതെ ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി, അതും പോയി. ശബരിമല ആഗോള സംഗമം അടക്കം. കാരണം അതിന് സുകുമാരൻ നായരെ ഇടതുപക്ഷം ശരിക്കും എന്തോ ഒരു കെണിയിൽ പെടുത്തിയതാണ്. ആ കെണിയിൽ പെട്ടുപോയ സുകുമാരൻ നായർക്ക് ഇടതുപക്ഷത്തെ തള്ളിപ്പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ശബരിമല സമരം നയിച്ചതാണ് NSS. നാമജപ ഘോഷയാത്ര നേതൃത്വം കൊടുത്തത് NSS. ആദ്യമായി പരസ്യമായ രംഗത്തിറങ്ങിയ സമുദായ സംഘടന NSS ആണ്. അപ്പോൾ അന്ന് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന മതിൽ കെട്ടാൻ പോയിക്കായിരുന്നു. ആ നവോത്ഥാന മതിൽ കെട്ടാൻ പോയ പുള്ളി തന്നെയാണ് ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയന്റെ കാറിൽ കയറിപ്പോയത്. മാത്രമല്ല ഇപ്പൊ അദ്ദേഹം പറയുന്നത് പിണറായി വിശ്വാസിയാണെന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഏറ്റവും ഈ നമ്മൾ ഈ ഫീൽഡിൽ പോകുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം സമുദായത്തിനിടയിൽ എന്തൊരു ഭീകരമായ എതിർപ്പാണ്. പരാമർശങ്ങൾ അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് മാത്രം പിണറായി അധികാരത്തിൽ വരരുതെന്ന് പറയുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് ഈ പറഞ്ഞുകൊണ്ട് വെക്കുന്നത്? CPM ഒക്കെ ഈ വർഗീയ കളി കളിക്കുന്ന ഭയങ്കര വൃത്തികെട്ട കളിയല്ലേ കളിച്ച്. അതെ, അവരെപ്പോഴും വർഗീയതയ്ക്കെതിരെയാണ്. ഞങ്ങൾ മതമൊന്നുമില്ല, ഞങ്ങളെല്ലാം മറ്റേ മനുഷ്യനാണ്, സ്നേഹമാണെന്നൊക്കെ പറയുന്നവർ പണ്ട് പോലെ കാണിക്കുന്ന ജാതി തന്നെയാണ്, മതം തന്നെയാണ്. ഏറ്റവും വലിയ വ്യാജ നറേറ്റീവ് എന്താണെന്നറിയാമോ? UDF ഭരണം കിട്ടിയാൽ ഭരണം പാണക്കാട്ട് നിന്ന് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ഇസ്ലാമിക തീവ്രവാദികൾ ഇവിടെ ആഭ്യന്തര വകുപ്പ് എന്താണ് മറ്റേ മുസ്ലിം സംഘടനകൾ ഏറ്റെടുക്കും, അവരിവിടെ കേരളത്തെ വളരെയധികം കുഴപ്പത്തിലേക്ക് നയിക്കും എന്നുള്ള രീതിയിൽ വ്യാജ നറേറ്റീവുകൾ ഇങ്ങനെ പടച്ചു വിടുകയാണ്. അതിന് അക്കാര്യത്തിൽ അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇത്തരം നറേറ്റീവ്സ് ഉണ്ടാക്കി തട്ടിപ്പാട് ജനങ്ങളെ പറ്റിക്കാൻ അവരെ പോയിട്ടേ ഉള്ളൂ. അതാണ് ഇപ്പം എന്തായാലും ഇന്നിപ്പോൾ ജനം വിധി എഴുതുമ്പോൾ കൃത്യമായി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കാണിച്ചു കൂട്ടിയിട്ടുള്ള കൊള്ളരുതാഴികകൾ അത് കൃത്യമായിട്ട് ഒരു ത്രാസിൽ വെച്ച് നോക്കുമ്പോൾ ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷം കാണിച്ച നല്ലതും മോശവും ഒരു ത്രാസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മോശം തന്നെയാണ് പ്രധാനമായി നിൽക്കുന്നത്. അല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ തവണ പിണറായി വിജയൻ അധികാരത്തിലേക്ക് നയിച്ചത് നമ്മൾ ഈ പറഞ്ഞ കിറ്റും പറഞ്ഞ കോവിഡും വെള്ളപ്പൊക്കമായിരുന്നു. ആ സമയത്താണ് സ്വർണ്ണ
സ്വർണ്ണക്കടത്തും മറ്റ് വിഷയങ്ങളെല്ലാം സംഭവങ്ങളെല്ലാം ഉണ്ടായി. എല്ലാം പൊങ്ങി വന്നത്. അപ്പോൾ ഇവർ ഈ രണ്ടാമത് ഈ കിറ്റ് കൊടുത്ത് ഈ കുറുക്ക് വഴിയിലൂടെ ജയിച്ചതിന് ശേഷം പിണറായി വിജയൻ നല്ലവനാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണെന്ന് അതെ. നടത്തിയത്. പക്ഷേ ഇത്തവണ അതുപോലെയുള്ള ഒരു സാഹചര്യം അവർക്കില്ല. കിറ്റ് കൊടുക്കാൻ കാശില്ല, ഒന്നാമത്തെ കാര്യം. കിറ്റ് ഒട്ട് കൊടുക്കാനും പറ്റില്ല. എന്ത് പറഞ്ഞ് കിറ്റ് കൊടുക്കും? അന്ന് വെള്ളപ്പൊക്കത്തിന്റെ പേര് പറഞ്ഞാൽ കിറ്റ് കൊടുത്തത്, അത് ഇനി വിഷു കോവിഡിന്റെ വരുന്നുള്ളൂ. പേര് പറഞ്ഞാൽ കിറ്റ് കൊടുത്തു. ഇനി വിഷു ഇനി എന്ത് പറഞ്ഞ് കിറ്റ് കൊടുക്കും? പിന്നെ മാത്രമല്ല, ആ കിറ്റ് എന്ന് പറയുന്നത് തട്ടിപ്പായിരുന്നു എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞു. ഒരു കിറ്റ് മേടിച്ച് തിന്നതിന്റെ പേര് ഞങ്ങൾ ഇത്ര അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നുള്ള മണി പറഞ്ഞല്ലോ, കിറ്റ് വാങ്ങിച്ച് തിന്നിട്ട് ഞങ്ങൾക്കെതിരെ വോട്ട് വോട്ട് ചെയ്യുന്നതല്ല. എന്തായാലും ശരി, ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വളരെ തീവ്രമാണ്. നല്ല രീതിയിൽ വോട്ടിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ആ ഒരു മഹത്തായ സങ്കല്പത്തിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നു. വീട്ടിൽ കുത്തിയിരിക്കുക വരുന്നു. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ, നമ്മൾ നടത്തിയ സർവേയിൽ ഒരു വലിയ വിഹിതം, വലിയൊരു ശതമാനം നോട്ടായി മറ്റുള്ളവരും പോയിട്ടുണ്ട്. ഉണ്ട്. നമ്മൾ ആദ്യം കരുതിയിരുന്നത് ചെറുപ്പക്കാർ നോട്ടൊക്കെ ഇടിക്കുമെന്നാണ്. അവസാനം നമ്മൾ മനസ്സിലാക്കിയ സത്യം മുതിർന്നവർ നോട്ടൊക്കെ ചെയ്ത്. അല്ല, ഒരുപാട് ലേഡീസാണ് കൂടുതൽ നോട്ടൊക്കി ചെയ്തിട്ടുള്ളത്. പലതും ലേഡീസ്. ജനങ്ങൾക്ക് ഈ ജനാധിപത്യത്തിൽ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്ന ബദലുകളില്ല. അവർക്ക് ബദലുകൾ കിട്ടുന്നില്ല. അവിടെയാണ്. എന്തായാലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വളരെ വിധിനിർണായകമാണ്. വൈകുന്നേരം നമുക്കറിയാം. എന്തായാലും രാവിലത്തെ ഒരു കുതിപ്പ് വളരെ നല്ല സൂചനകളാണ് നൽകുന്നത്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എന്നുള്ള സൂചനകളാണ്.